നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വരന്തരപ്പള്ളി മുപ്ലിയം പാറക്കുളത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 11ാമത് ദശാവതാരം ചന്ദനം ചാർത്ത് മഹോത്സവവും പ്രഭാഷണ പരമ്പരയും ആരംഭിച്ചു. കാറളം ചെമ്മണ്ടയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മേലൂരിലെ ബിയർ കമ്പനിയുടെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP മേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വരന്തരപ്പള്ളി മുപ്ലിയം പാറക്കുളത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശി 24 വയസ്സുള്ള ധീരജ് സിംഗ് ആണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. പാറക്കുളത്ത് കെട്ടിട നിർമ്മാണത്തിനെത്തിയ തൊഴിലാളിയാണ് ഇയാൾ. തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീട്ടിലെ കിണറിലാണ് വെള്ളിയാഴ്ച രാവിലെ മൃതദേഹം കണ്ടത്. ദുർഗന്ധം വന്നതോടെ കൂടെ താമസിക്കുന്നവരാണ് ആദ്യം മൃതദേഹം കണ്ടത്. ആൾമറയുള്ള കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി ഇയാളെ കണ്ടതായി പറയുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ 5 പേരാണ് ഈ വീട്ടിൽ താമസം. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും വരന്തരപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. വരന്തരപ്പള്ളി പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 11ാമത് ദശാവതാരം ചന്ദനം ചാർത്ത് മഹോത്സവവും പ്രഭാഷണ പരമ്പരയും ആരംഭിച്ചു. അങ്കമാലി തോട്ടാമറ്റം നാരായണൻ നമ്പൂതിരി ഭഗവത് വിഗ്രഹത്തിൽ മത്സ്യാവതാരം ചന്ദനം ചാർത്തിയതോടെ ചന്ദനം ചാർത്ത് മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ചുള്ളിമംഗലത്ത് മന വാസുദേവൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീ പാർത്ഥസാരഥി ഭജന മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഖില ഭാരതീയ സന്ത് സമിതി ദേശീയ സെക്രട്ടറി ശ്രീമദ് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി പ്രഭാഷണ പരമ്പരയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്ര സങ്കല്പം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് സത്യൻ കുറുവത്ത് അധ്യക്ഷനായി. സെക്രട്ടറി രഘു പി മേനോൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സജി പെരുമ്പിള്ളി നന്ദിയും അറിയിച്ചു. ദശാവതാരം ചന്ദനം ചാർത്ത് കൺവീനർ ശശിധരൻ തൃക്കാശ്ശേരി സന്നിഹിതനായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. അതുപോലെ അമർനാഥ് യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്ന നമ്മുടെ ആചാര്യൻ അത് കഴിഞ്ഞാൽ സന്യാസമായിരിക്കും വിചാരിക്കാം. സ്നേഹനിധിയായ നമ്മുടെ പ്രവർത്തകർ മാത്രമല്ല, ഏറ്റവും ഐശ്വര്യം തുളുമ്പുന്ന തൃശ്ശൂർ ജില്ലയിൽ ദൈവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രവിശ്വാസികളായ ഈ മണ്ഡപത്തിൽ നിൽക്കുന്ന ഭക്തജനങ്ങളെ, നിങ്ങളുടെ എല്ലാവരോടും എനിക്ക് പ്രത്യേകമായിട്ട് 2-3 കാര്യങ്ങളെ പറയാനുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ ചോദിക്കാം, എനിക്കറിയാമെന്ന് വെച്ചാൽ മറുപടി പറയാം. കൊടകര മരുത്തോംപിള്ളി എടവന മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര കലാനിലയത്തിന്റെ കൃഷ്ണനാട്ടം സംഘടിപ്പിച്ചു. കലാനിലയം സൂപ്രണ്ട് മുരളി പുറനാട്ടുകര, ക്ഷേത്രസമിതി പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത്, സെക്രട്ടറി ദിലീപ് കുമാർ, മോഹനൻ കുറുവത്ത്, രാമൻകുട്ടി, ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. കാറളം ചെമ്മണ്ടയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ചെമ്മണ്ട SNDPക്ക് സമീപം താമസിക്കുന്ന കുറുമ്പാടൻ വീട്ടിൽ ഷാബുവാണ് ഭാര്യ ദീപ്തിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം വിഷം കഴിച്ചും കൈഞ്ഞരമ്പ് മുറിച്ചും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ദീപ്തിക്ക് തലയ്ക്കും കൈക്കുമാണ് വെട്ട്. ഇരുവരെയും തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. കുടുംബ വഴക്കാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU അഴകം യൂണിറ്റ് ജനറൽ ബോഡി ചേർന്നു. യോഗത്തിൽ പാചകവാതക ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട അടിപിടിയിൽ ഉൾപ്പെട്ട തൊഴിലാളികളെ താൽക്കാലികമായി സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താൻ യോഗത്തിൽ തീരുമാനമായി. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയ സെക്രട്ടറി PK ശങ്കരനാരായണൻ, കൊടകര പഞ്ചായത്ത് സെക്രട്ടറി KV നൈജോ, പ്രസിഡന്റ് VK മുകുന്ദൻ, കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MK മോഹനൻ, യൂണിറ്റ് സെക്രട്ടറി AK ബാലൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് സർക്കാരിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ
നിർത്തിവെക്കേണ്ടി വന്ന വിവിധ വാർഡുകളിലെ വർക്കുകൾ നഗരസഭ പുനരാരംഭിക്കുന്നു. നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് എല്ലാ വാർഡുകളിലെയും 2 വീതം വർക്കുകളുടെ വേതനം അനുവദിക്കും. 30 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി അനുവദിക്കുന്നത്. നേരത്തെ ഇവരുടെ വേതനം നൽകുന്നതിന് നഗരസഭ 50 ലക്ഷം രൂപയോളം നൽകിയിട്ടുള്ളത് ഇതുവരെ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. മാർച്ച് മാസം അവസാനം 15 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചതായി അറിയിപ്പ് വന്നെങ്കിലും പിന്നീട് ഈ തുക സർക്കാർ തന്നെ ട്രഷറിയിൽ നിന്നും തിരിച്ചെടുത്തിരുന്നു. തൊഴിൽ ചെയ്തവർക്ക് മാസങ്ങളായി കൂലി നൽകാൻ സാധിക്കാത്തതിനാൽ കുറച്ചു നാളുകളായി പണികൾ നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിൽ 333 രൂപയാണ് തൊഴിലുറപ്പ് കൂലി. നിലവിൽ 350ഓളം പേരാണ് ജോലിയിൽ ഏർപ്പെടുന്നവർ. നഗരസഭ ടൗൺ ഹാളിൽ ചേർന്ന തൊഴിലുറപ്പ് പ്രവർത്തകരുടെ യോഗത്തിൽ ഓരോ വാർഡിലെയും തൊഴിലുറപ്പ് ഗ്രൂപ്പുകൾ പൂർത്തീകരിച്ച 48 വർക്കുകളുടെ കൂലി 30 ലക്ഷം രൂപ നഗരസഭാ ഫണ്ടിൽ നിന്നും അനുവദിക്കുന്നതായി ചെയർമാൻ അറിയിച്ചു. അടുത്ത ദിവസം മുതൽ എല്ലാ വാർഡുകളിലും പ്രവൃത്തികൾ പുനരാരംഭിക്കാനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ തോടുകളും കാനകളും വൃത്തിയാക്കുന്ന പ്രവൃത്തികൾക്ക് മുൻഗണന നൽകി നടപ്പിലാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. കാനകളിലേക്കും വീടുകളിലേക്കും തോടുകളിലേക്കും സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും മലിനജലം ഒഴുക്കിവിടുന്നുണ്ട്. അത് നഗരസഭയിൽ അറിയിക്കണമെന്നും അക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും യോഗത്തിൽ ചെയർമാൻ എബി ജോർജ് അറിയിച്ചു. വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ജോർജ് തോമസ്, ദീപു ദിനേശ്, സൂസി സുനിൽ, പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ, മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ, സെക്രട്ടറി വി എസ് സന്ദീപ് കുമാർ, തൊഴിലുറപ്പ് ഇൻചാർജ് നീനു എന്നിവർ പ്രസംഗിച്ചു. അത്തരത്തിൽ ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും നല്ല നഗരസഭകളിലൊന്നായി ചാലക്കുടി നഗരസഭയെ മാറ്റിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളുകളാണ് നിങ്ങളിൽ ഓരോരുത്തരും. ഇപ്പം നിങ്ങളെ ചാലക്കുടി നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ യോഗം ഞാൻ വിളിച്ചു കൂട്ടിയത്. ഇപ്പം സംശയങ്ങളൊക്കെ മാറിയോ? എല്ലാവരെയും സംശയം മാറിയോ? ഇപ്പം ഏറ്റവും നല്ല പ്രവർത്തനം ചാലക്കുടിയിൽ നടത്തുന്ന, ചാലക്കുടിയുടെ മുഖച്ഛായ കാത്തു സൂക്ഷിക്കുന്ന, ചാലക്കുടിയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല ആളുകളാണ് എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളത് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. രണ്ടാമതൊരു ചെറിയ കാര്യം, നമ്മുടെ ചാലക്കുടി നഗരസഭ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ 63ാം ദിവസം ക്ഷേത്ര സന്നദ്ധിയിൽ ഒരുക്കിയ നൃത്തമണ്ഡപത്തിൽ കലാമണ്ഡലം സൗമ്യ സതീഷിന്റെയും ശിഷ്യരുടെയും ഭരതനാട്യാഞ്ജലിയും കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന സുഗതകുമാരിയുടെ കവിതയ്ക്ക് രംഗഭാഷ്യം ചവച്ച കലാമണ്ഡലം ബിന്ദുമാരാരും കലാമണ്ഡലം സോണിയും സംഘവും അവതരിപ്പിച്ച ചൊൽക്കെട്ടും മോഹിനിയാട്ട കച്ചേരിയും കലാമണ്ഡലം ഷീജയും മകളും ശിഷ്യയുമായ അനിന്ദിതയും കലാപരമേശ്വരന്റെ ശിഷ്യയും ആയുർവേദ ബിഷഗ്ഗുരയുമായ ഡോക്ടർ കവിത ബാലകൃഷ്ണന്റെ കുച്ചിപ്പുടിയും അരങ്ങേറി. തുടർന്ന് ചെമ്മന്തിട്ട സാരംഗി തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. നാട്യ അരങ്ങിലെ കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. രാസമാലിന്യം പുറന്തള്ളുന്ന മേലൂരിലെ ബിയർ കമ്പനിയുടെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിജെപി മേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബിജെപി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ ബാബു അധ്യക്ഷത വഹിച്ച ധർണ ബിജെപി കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ഭാരവാഹികളായ ടി എസ് മുകേഷ്, ഷാജു കോക്കാടൻ, മനോജ് തിരുമുടിക്കുന്ന്, ജില്ലാ സമിതി അംഗം സുബ്രഹ്മണ്യൻ മാസ്റ്റർ, മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ജിനി മനോജ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജയരാജ് അടിച്ചിലി, പഞ്ചായത്ത് അംഗങ്ങളായ രഘുനാഥ് പൂലാനി, അംബിക ബാബു, സൌമ്യ മോഹൻദാസ്, പഞ്ചായത്ത് സെക്രട്ടറി കണ്ണൻ പറമ്പിക്കാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബൂത്ത് പ്രസിഡന്റ് സതീശൻ കാലടി നന്ദി അറിയിച്ചു. കമ്പനി മാലിന്യമുക്തമാണെന്നും കമ്പനി രാസമാലിന്യം പുറന്തള്ളുന്നില്ല എന്നുള്ള ചില അഭിപ്രായങ്ങളാണ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റ് അടക്കമുള്ളവർ, അതേപോലെ തന്നെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ നാട് ഗൗരവമായി കാണണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്. പരിയാരം പഞ്ചായത്തിലെ കുറ്റിക്കാട് പൈപ്പിടുവാൻ കുഴിയെടുത്തപ്പോൾ പുരാതന ശിവലിംഗം കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് കുറ്റിക്കാട് പടിഞ്ഞാറെ കപ്പേളയ്ക്ക് സമീപത്തായി JCB ഉപയോഗിച്ച് കാന താഴ്ത്തിയപ്പോൾ ശിവലിംഗം കണ്ടെത്തിയത്. ജോലിക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും അതിലെ പോയ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ശിവലിംഗമാണെന്ന് മനസ്സിലായത്. ഏകദേശം 4 അടിയോളം വലിപ്പമുള്ളതാണ് ശിവലിംഗം. പുരാതന കാലത്ത് ആരാധിച്ചു പോന്ന ശിവലിംഗമാണെന്നാണ് കാഴ്ചയിൽ തോന്നുന്നത്. ഇവിടെ നിന്ന് മാറി ഒരു പായലും ചണ്ടിയും നിറഞ്ഞൊരു കുളമുണ്ടെന്നും അത് ഏതോ അമ്പലത്തിന്റെ കുളമാണെന്നും പറയപ്പെടുന്നുണ്ട്.
ശിവലിംഗം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ആഞ്ജനേയ സേവാ സംഘം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റിച്ചിറ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. ശിവലിംഗം പരിശോധിക്കുകയും പരിശോധനാ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറുമെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. പുരാവസ്തു വകുപ്പിന് കൈമാറുന്നതടക്കമുള്ള മേൽ നടപടികൾ സ്വീകരിക്കേണ്ടത് തഹസിൽദാരാണെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. 2 ദിവസമായി ശിവലിംഗം വഴിയരികിൽ അനാഥമായി കിടക്കുകയാണ്. പുരാവസ്തു വകുപ്പ് അധികൃതർ അടക്കമുള്ളവർക്ക് ആഞ്ജനേയ സേവാ സംഘം പരാതികൾ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരന്തരപ്പള്ളി മുപ്ലിയം പാറക്കുളത്ത് യുവാവിനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 11ാമത് ദശാവതാരം ചന്ദനം ചാർത്ത് മഹോത്സവവും പ്രഭാഷണ പരമ്പരയും ആരംഭിച്ചു. കാറളം ചെമ്മണ്ടയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. മേലൂരിലെ ബിയർ കമ്പനിയുടെ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിജെപി മേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.